ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ക്യൂട്ട് ബേബി ഫ്രോക്കാണ് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 3 to 4 year old കിഡ്സിൻ്റെ സൈസ് ഷർട്ടിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. സ്ലീവ്സ് വന്നിട്ട് ഞാൻ ഷിയർ ഫാബ്രിക്കിൽ പ്ലീറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാർട്ടൂൺ ഫേസ് ആർട്ടും കൂടി ഞാനിവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഡ്രസ് ഫോമിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് 2 ബേസ് ലൈൻസ് വരയ്ക്കുകയാണ്. ഹോറിസോണ്ടലിയും വെർട്ടിക്കലിയും ഞാൻ 2 ബേസ് ലൈൻസ് വരയ്ക്കുന്നുണ്ട്. ഈ ഹോറിസോണ്ടൽ ബേസ് ലൈനിൽ നിന്നായിരിക്കും ഞാൻ ഷോൾഡർ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 to 4 year old കിഡ് ആയതുകൊണ്ട് ഞാൻ കൊടുക്കുന്നത് 4.5 ഇഞ്ചാണ്. അതിനുശേഷം ഞാൻ നെക്ക് വിഡ്ത്ത് ആണ് കൊടുക്കുന്നത്, അത് 2.5 ഇഞ്ചാണ്. ദെൻ നെക്ക് ഡെപ്ത്ത് 2.75 ഇഞ്ചാണ്. നമ്മളിതൊരു ബോക്സ് ആക്കുക. ഈ ബോക്സിനുള്ളിലായിരിക്കും നമ്മൾ നെക്കെല്ലാം ഷേപ്പ് ചെയ്യുന്നത്. ഈ ഡ്രസ് ഫോമിൽ ഞാനൊരു റൗണ്ട് നെക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ നിന്ന് താത്തി മാർക്ക് ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒരു ചെറിയ ചരിവുണ്ടായിരിക്കും. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ആം ഹോൾ ഡെപ്താണ്, അത് 5.25 ഇഞ്ചാണ്. കുട്ടികൾക്ക് എപ്പോഴും ആം ഹോൾ കുറച്ച് കൂടുതൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ അവർക്ക് ഇടാനും ഊരാനുമൊക്കെ ഒന്നുകൂടി എളുപ്പമാവും. ഇനി നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റ് റൗണ്ട് മെഷർമെൻ്റ് ആണ്. നമ്മൾ 3 to 4 year old കിഡ് ആകുമ്പോൾ ആ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റിൻ്റെ 4/1 എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5.75 ഇഞ്ചാണ്. ഈ 5.75 ഇഞ്ച് എന്നുള്ളത് ഇൻക്ലൂഡിങ് ഈസും കൂടി ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ ഡ്രസ്സിൻ്റെ ടോട്ടൽ ലെങ്ത്താണ്, അതായത് ഷോൾഡർ തൊട്ട് നീ വരെയുള്ള ലെങ്ത്താണ്. ഞാനിവിടെ കൊടുക്കുന്നത് 20 ഇഞ്ചാണ്. നമുക്ക് മുട്ടിന് മുകളിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ലെങ്ത്ത് കുറയ്ക്കാം. സോ നമ്മൾ 20 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം അത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോട്ടം പോർഷനിൽ എന്തോരം ഫ്ലെയറി ആയിട്ട് കിടക്കണമെന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻറ്റും നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റും നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത പൊസിഷനും തമ്മിൽ ഇതേപോലെ ഒരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുക. ഇനി നമ്മുടെ ബോട്ടം പോർഷനിൽ ഇച്ചിരി കേർവി ആയിട്ട് അതിൻ്റെ എഡ്ജ് കിടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. അതിതേപോലെ നമ്മൾ ഹിപ്പ് കർവ് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ സൈഡ് കാണാൻ ഒന്നും കൂടെ ഫിനിഷിങ്ങിലായിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്റർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. അതിനായിട്ട് ഞാൻ ആദ്യത്തെ പോയിൻറ്റ് ഇതേപോലെ ടേപ്പ് ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് പോയിൻറ്റും ഈ സെയിം പാറ്റേണിൽ തന്നെ കണ്ടുപിടിക്കുക. ഇനി ഒരു 0.25 ഇഞ്ച് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച സെൻറ്റർ പോയിൻറ്റിനകത്തോട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ആം ഹോൾ ജോയിൻ ചെയ്തെടുക്കുക. കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും സെയിം ആയി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 ഇഞ്ച് ഫ്രണ്ട് നെക്ക് ഷേപ്പ് ചെയ്തെടുത്ത പോയിൻറ്റിൽ നിന്ന് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഷേപ്പ് ചെയ്തതുപോലെ തന്നെ ബാക്ക് നെക്കും ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. ഈ കാണുന്നതാണ് ഓൺ ഫോൾഡ്, അതായത് നമ്മൾ പാറ്റേൺ ട്രേസ് ചെയ്യുമ്പോൾ ഫാബ്രിക് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഫാബ്രിക് എടുക്കുക. 26 ഇഞ്ച് ലെങ്ത്തിലും 21 ഇഞ്ച് വിഡ്ത്തിലുമുള്ള ഒരു ഫാബ്രിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ ബാക്ക് ബോഡീസാണ് ആദ്യം ട്രേസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബാക്ക് നെക്ക് ട്രേസ് ചെയ്തില്ലേ, അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഡ്രസ് ഫോം ചെയ്യാനായിട്ട് 1.5 മീറ്റർ ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫാബ്രിക്കിന് അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല കേട്ടോ. സോ ഇതേപോലെ നമ്മൾ ട്രേസ് ചെയ്തെടുക്കുക. ട്രേസ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് സീം അലവൻസ് കൊടുക്കുക എന്നുള്ളതാണ്. തയ്യൽ തുമ്പ് കൊടുക്കുക. അതിനായിട്ട് നെക്കിന് 0.25 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിനും സ്ലീവിനും 0.5 ഇഞ്ച്, സൈഡ് സീമിനും ബോട്ടം പോർഷനും 1 ഇഞ്ച് വെച്ചാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബാക്ക് ബോഡീസ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ബോഡീസും ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ 26 ഇഞ്ച് ലെങ്ത്തും 21 ഇഞ്ച് വിഡ്ത്തിലുമുള്ള സെയിം സൈസിൽ തന്നെയുള്ള ഫാബ്രിക്കാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. നമ്മൾ ആദ്യം ബാക്ക് നെക്ക് വെച്ചായിരുന്നു വരച്ചത്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ട്രേസ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെയും നേരത്തെ പോലെ തന്നെയാണ്. സീം അലവൻസ് ഞാൻ നെക്കിന് കൊടുക്കുന്നത് 0.25 ഇഞ്ചാണ്. ഷോൾഡറിനും സ്ലീവിനും 0.5 ഇഞ്ചാണ്. സൈഡ് സീമിനും ഹെമ്മിനും 1 ഇഞ്ച് വെച്ചാണ് കൊടുക്കുന്നത്.
അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാറ്റേണും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഡ്രസ് ഫോമിൽ ഒരു കാർട്ടൂൺ ഫേസ് ആർട്ട് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാനൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബേബി ഡോളിൻ്റെ പിക്ചറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അത് ഇതേപോലെ നമ്മൾ കാർബൺ പേപ്പർ ഫിക്സ് ചെയ്തിട്ട് അതിന് പുറത്ത് നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ വെച്ച് ട്രേസ് ചെയ്തെടുക്കുക. സോ ട്രേസ് ചെയ്തതിന് ശേഷം ഇനി ചെയ്യാനുള്ളത് നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം.